എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം. ദക്ഷിണ വൈകുണ്ഠം എന്നും ശ്രീരംഗം എന്നും പരശുരാമ സ്ഥലം എന്നിങ്ങനെ പല പേരുകളിൽ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ അനന്തശയന രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠ. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ്, എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ്. ഈ ഒരു വ്യത്യാസമാണ് ഉള്ളത്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. 22 അടി നീളമുള്ള അനന്തശയന വിഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെയുള്ള പൂജാരീതികളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കേട്ടോ. വളരെയധികം സാമ്യമുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളിലെയും പൂജാരീതികളും പ്രതിഷ്ഠയും. അയ്യപ്പനും ശ്രീകൃഷ്ണനുമാണ് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ. പിന്നെ മറ്റൊരു കാര്യം, ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ നല്ലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ ക്ഷേത്രം കേട്ടോ. നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോതി നദി, പരലിയാർ നദി, താമ്രപർണി നദി. ഈ 3 നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ വാസ്തുവിദ്യയും വളരെയധികം മനോഹരമാണ്, വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് കേട്ടോ. കേരളീയ വാസ്തുവിദ്യയും ദ്രാവിഡ വാസ്തുവിദ്യയും ചേർന്നതാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ കൽത്തൂണുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അത്യധികം ഭംഗിയുള്ളതാണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഏകദേശം ഇത്രയൊക്കെ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ക്യാമറയിൽ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാടൊന്നും എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അത്രയും ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഭംഗി മാത്രമല്ല, ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണ്. ഇനി നമുക്ക് ആറ് കാണാം. ക്ഷേത്രത്തെ ചുറ്റി ഒഴുകുന്ന ആറാണ്. അപ്പോൾ അതിന് നേരെ നടയ്ക്ക് നേരെയുള്ള ആറ് കാണാം. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരു പാർക്കുണ്ട് കേട്ടോ, ഒരു ചെറിയ പാർക്കുണ്ട് അവിടെ. അത് കഴിഞ്ഞ് നിന്നെ നേരെ പോകുമ്പോൾ അവിടെയായിട്ടാണ് ആറ് കാണുന്നത് കേട്ടോ. ഒരു കുളം പോലെ, ക്ഷേത്രക്കുളം നോക്കിയാണ് ഞാൻ പോയത്. അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആറാണ് അത് എന്നൊക്കെ പറഞ്ഞു. ദാ ഇങ്ങനെ ഇത്രയും കാണുന്നുണ്ട്, കൽപ്പടവുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ദാ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ നടക്കുവാണ്. പിന്നെ അവിടെ സർപ്പഗന്ധി എന്ന് പറയുന്നൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. സർപ്പഗന്ധി കാണാത്തവർക്ക് അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ്. ചുമർചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ വളരെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ധാരാളം ഭംഗിയുള്ള ചുമർചിത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വന്നു കഴിഞ്ഞാൽ. ഇനി നമുക്ക് സർപ്പഗന്ധി ആ വൃക്ഷം കാണാം കേട്ടോ. ആദ്യം എനിക്കിതിൻ്റെ പേരറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന ഒരു അപ്പൂപ്പനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് സർപ്പഗന്ധിയാണെന്ന് കേട്ടോ. പക്ഷേ ഇത്രയ്ക്ക് വലിയ കായ്കളും ഇത്ര വലിയൊരു മരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ അടുത്തൊരു കോവിലിൽ ചെറിയൊരു മരമുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഇത് സർപ്പഗന്ധിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നല്ല ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ പൂവിന്. വല്ലാത്തൊരു രൂക്ഷമായിട്ടുള്ള, അടുത്തടുത്ത് ചെല്ലുന്തോറും പാലപ്പൂവിൻ്റെ ഒന്നും സുഗന്ധമല്ല, അതിനേക്കാളൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു തരം സ്മെല്ലാണ് കേട്ടോ. അത് നേരിട്ട് ശ്വസിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. 3 നദികളാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളായിരുന്നു ഈ വീഡിയോയിലൂടെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.